എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ ന്യൂസ് 18 വാർത്ത സ്ഥിരീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം ഷാറൂഖ് സൈഫി ദേശവിരുദ്ധ ചിന്താഗതിയുള്ളയാളാണെന്നും ഒരു വർഷമായി ദേശവിരുദ്ധ വീഡിയോകൾ കാണുന്നത് പതിവാക്കിയിരുന്നതായും എഡിജിപി എം.ആർ. അജിത് കുമാർ പറഞ്ഞു. കൃത്യമായ തെളിവുകൾ കണ്ടെത്തിയാലാണ് UAPA ചുമത്തിയത്. ഷാറൂഖ് കേരളത്തിലെത്തിയത് ആദ്യമായെന്നും എഡിജിപി പറഞ്ഞു. സംസ്ഥാന ഏജൻസീസും കേന്ദ്ര ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ബേസിസിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നടത്തിയിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിന്റെ ബേസിസിലാണ് നമ്മൾ ഇന്നലെ ഈ പറഞ്ഞ സെക്ഷൻ ആഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഇയാളാണ് കുറ്റകൃത്യം ചെയ്തതെന്നുള്ളത് വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. പുള്ളി റാഡിക്കലൈസ്ഡ് ആണ്. പുള്ളി ഇത്തരം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് തന്നെയാണ് വന്നത്. അദ്ദേഹം ഇത്തരത്തിലുള്ള റാഡിക്കലൈസ്ഡ് വീഡിയോസ്, പ്രത്യേകിച്ച് സക്കീർ നായിക്ക്, ഇസ്സാർ അഹമ്മദ് എന്നൊക്കെ പറഞ്ഞ തുടങ്ങിയ ആൾക്കാരുടെ റാഡിക്കലൈസ്ഡ് ആൾക്കാരുടെ വീഡിയോസും മറ്റുമൊക്കെ നിരന്തരമായി നോക്കിയ ആളായിട്ടാണ് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ, കണ്ടെത്തലുകൾ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ കേസ് ഏറെ ഗൗരവതരമായി മാറുന്നു. NIA കൈമാറാനുള്ള കൃത്യമായ തെളിവുകൾ ലഭിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഏപ്രിൽ 6-ന് ന്യൂസ് 18 മഹാരാഷ്ട്ര ATSനെയും ദേശീയ അന്വേഷണ ഏജൻസിയും ഉദ്ധരിച്ചുകൊണ്ട് പുറത്തുവിട്ട വാർത്തയാണ് ADGP എം.ആർ. അജിത് കുമാർ അല്പസമയം മുമ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പ്രതി ഷാരൂഖ് സൈഫി ഹൈലി റാഡിക്കലൈസ്ഡ് ആണ്. ഇയാൾ കഴിഞ്ഞ 1 വർഷമായി ദേശവിരുദ്ധ വീഡിയോകളും അത്തരത്തിലുള്ള റാഡിക്കലൈസ്ഡ് ചിന്താഗതികൾ വെച്ച് പുലർത്തിയിരുന്നവരുടെ ആശയങ്ങളും കാണുന്നതും പ്രചരിപ്പിക്കുന്നതും പതിവാക്കിയിരുന്നു എന്നാണ്. ആ നിരീക്ഷണങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് പ്രതി രക്തഗിരിയിൽ നിന്ന് പിടിയിലാകുമ്പോൾ മഹാരാഷ്ട്ര ATS പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയ ആ സൂചനകൾ തന്നെ ശാസ്ത്രീയ പരിശോധനകളുടെ കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘവും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇനി അറിയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. ആദ്യമായിട്ടാണ് കേരളത്തിലേക്ക് ഷാരൂഖ് സൈഫി എത്തിയത് എന്ന് അന്വേഷണ സംഘത്തിന്റെ തലവൻ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ എലത്തൂരിന്റെ പ്രാദേശിക പ്രത്യേകതകൾ കൃത്യമായി ബോധ്യമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും രാത്രിയിൽ ആ കോരപ്പുഴ പാലത്തിന് മുകളിൽ വെച്ച് ചെയിൻ വലിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇയാളെ സഹായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യത്തിൽ കൃത്യമായ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന നിഗമനം ആദ്യഘട്ടം മുതൽ തന്നെ ദേശീയ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയിരുന്നു. അതിൽ പ്രാദേശികമായി മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യത്തിനാണ് ഇനി ഉത്തരം കിട്ടാനുള്ളത്. ഒപ്പം തന്നെ ഏതെങ്കിലും പ്രത്യേക സംഘടനയിൽപ്പെട്ടവരാണോ ഇയാളെ കേരളത്തിലേക്ക് അയച്ചത്? ഈ 2 കാര്യങ്ങളിലാണ് വ്യക്തത വരാനുള്ളത്. ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് അത് സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ടായിരിക്കാം. പക്ഷേ കോടതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അതീവ ഗൌരവതരമുള്ള ഒരു കേസായതിനാൽ കേസിൽ UAPA കൂടി ചുമത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളുടെ അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് അന്വേഷണ സംഘത്തിന്റെ ചില പരിമിതികൾ കാണും. ആ പരിമിതികൾ തന്നെയായിരിക്കാം ആ ചോദ്യങ്ങളോട് കൃത്യമായ പ്രതികരണങ്ങൾക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിലേക്ക് അന്വേഷണ സംഘ തലവനെ നയിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം ഇന്നലെയാണ് UAPA ചുമത്തുന്ന തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് 24 മണിക്കൂറിനകത്ത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറേണ്ടതുണ്ട്. തുടർന്നങ്ങോട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാകും ദേശീയ അന്വേഷണ ഏജൻസിയോട് ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകുക. പിന്നീടായിരിക്കും NIA ഉന്നത ഉദ്യോഗസ്ഥർ എലത്തൂരിൽ നേരിട്ടെത്തി ഈ രാജ്യത്തെ ഞെട്ടിച്ച ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുക എന്നാണ് വിവരം. രഞ്ജിത്ത്, ഡാൻ, മറ്റൊരു കാര്യം, ഈ ഷാറൂഖ് കേരളത്തിൽ ആദ്യമായി എത്തുന്നു. ഇങ്ങനെ കേരളം തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യം കൂടി വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ഇയാൾ ദേശവിരുദ്ധ വീഡിയോകൾ കാണുന്ന ഒരാളാണ്. ഈ കേരളം എന്നത് ഈ ഷാറൂഖിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു കൃത്യം നടത്താൻ വളക്കൂറുള്ള ഒരു സ്ഥലമാണ് എന്ന് മനസ്സിലാക്കിയെടുത്ത് എങ്ങനെയായിരിക്കും? അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തമായൊരു മറുപടി അന്വേഷണ സംഘം നൽകുന്നുണ്ടോ? അതിന് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നമുക്ക് കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മുടെ ഏറ്റവും വിശ്വസനീയമായ കേന്ദ്ര ഏജൻസികളിലെ സോഴ്സുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം ഷഹീൻ ബാഗ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടിതമായ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് കഴിഞ്ഞ 1 വർഷമായി ഇയാളും ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്നത് പതിവാക്കിയിരുന്നത് എന്ന വിവരമാണ് മാതാപിതാക്കളെ, അതായത് ഷാരൂഖ് സൈഫിയുടെ കുടുംബാംഗങ്ങളെയും ഒപ്പം തന്നെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്തതിൽ നിന്ന് ആദ്യഘട്ടത്തിൽ NIAയ്ക്കും ATSന് ലഭിച്ചിരിക്കുന്നത്. ആ വിവരങ്ങൾ തന്നെയാണ് കഴിഞ്ഞ 5-ാം തീയതി മഹാരാഷ്ട്ര ATS കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. എന്തായാലും ആ കാര്യത്തിൽ വ്യക്തമായ ഒരു സ്ഥിരീകരണം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേരള പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കിയാകുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇത്രയധികം ദിവസം UAPA ചുമത്താൻ വൈകിയത് എന്തുകൊണ്ടാണ്? ആ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം തരാൻ ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം.
അപ്പോൾ ഈ ഷഹീൻബാഗ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം. കേരള പോലീസിന് മാത്രം അന്വേഷിക്കാൻ കഴിയുന്ന ഒരു കാര്യമായി ഇത് ഒതുങ്ങുന്നില്ല. കൂടുതൽ ആളുകൾ ഇയാളെ ഇത്തരം കാര്യങ്ങളിൽ പ്രേരിപ്പിച്ചതിലും ഈ വീഡിയോ അടക്കം കാണുന്നതിലുമൊക്കെ ഒരുപാട് പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർ പല സ്ഥലങ്ങളിലും എത്തി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടേക്കാം. അങ്ങനെ ഒരു വ്യാപകമായ അന്വേഷണം, അത്തരത്തിലുള്ള നിരീക്ഷണമൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതുണ്ട്. ആ ഗൗരവം ഈ കേസിന് ഈ തരത്തിൽ നമ്മുടെ കേരള പോലീസ് നൽകുന്നുണ്ടോ? രഞ്ജിത്ത്, 3 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് നിൽക്കുന്നത്. അതായത് ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് എലത്തൂരിലാണ്, കേരളത്തിലാണ്. പക്ഷേ ഈ പ്രതി പിടിയിലായിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലാണ്. എന്നാൽ ഇയാളുടെ സ്വന്തം സ്ഥലം ഷഹീൻബാഗാണ്. ഒരുപക്ഷെ ഷഹീൻബാഗ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കാം ഇതിന്റെ ആസൂത്രണം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്ന ഒരു സൂചനകളാണ് പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രഥമ ദൃഷ്ടിയ തന്നെ 3 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കേസ് ഇതിനോടകം തന്നെ തെലങ്കാന, മഹാരാഷ്ട്ര ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭീകരവിരുദ്ധ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരടക്കം എലത്തൂരിലും ഷൊർണൂരിലും എത്തി നേരിട്ട് പരിശോധനകൾ നടത്തി അവർ മടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായി കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഭീകരവിരുദ്ധ സ്ക്വാഡുകൾക്ക് നൽകിയ സൂചനകൾ ശരിവെക്കുന്ന തരത്തിലേക്കാണ് നിലവിൽ കേരള പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത്. പക്ഷേ ഇയാൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താൻ അന്വേഷണ സംഘത്തോട് തയ്യാറായിട്ടില്ല എന്ന തരത്തിലുള്ള സൂചനകളുമുണ്ട്. എന്തായാലും ATSഉം NIAയും കഴിഞ്ഞ 10 ദിവസം മുമ്പ് സ്ഥിരീകരിച്ച അതേ കാര്യങ്ങൾ തന്നെ കേരള പോലീസും ആവർത്തിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാകുകയാണ്. എലത്തൂരിൽ നടന്നത് ആസൂത്രിതമായ ഒരു ആക്രമണ പദ്ധതിയാണ്. അതിൽ ഭീകരവാദ സ്വഭാവമുണ്ട്. അത് ലക്ഷ്യം വെച്ചിരുന്നത് വലിയൊരു അപായം തന്നെയാണ് എന്ന കൃത്യമായ സ്ഥിരീകരണത്തിലേക്ക് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘവും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. രഞ്ജിത്ത്, ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. മറ്റു വാർത്തയിലേക്ക് പോയാൽ 7 മണിക്കൂർ 9 മിനിറ്റ് പിന്നിട്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് കണ്ണൂരിൽ രാവിലെ 5:10 തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ദേ ഭാരത് പരീക്ഷണയോട്ടം ആരംഭിച്ചത്. നേരത്തെ നിശ്ചയിച്ച സ്റ്റേഷനുകളിൽ 2 മിനിറ്റ് നിർത്തിയിട്ടായിരുന്നു യാത്ര. തീർച്ചയായിട്ടും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയായിരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. പാസഞ്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള പ്രതികരണമാണ് നമ്മൾക്ക് ഉണ്ടാകുക എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും വേഗത ഇപ്പോൾ നിലവിലുള്ള സെക്ഷൻ ഉടനെ ഇങ്ങോട്ട് കൂട്ടാൻ പറ്റില്ലല്ലോ. അതൊക്കെ റെയിൽവേ പരിശോധിക്കേണ്ട കാര്യമാണ്. അതിന് തീർച്ചയായിട്ടും വളരെ വേഗത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. തീർച്ചയായിട്ടും ഒന്നുമില്ല, വളരെ സുഖമാണ്. ഓടിക്കാനും യാത്ര ചെയ്യാനും വളരെ സൗകര്യം തന്നെയാണ്.
നന്ദകുമാർ വിവരങ്ങൾ പങ്കുവെക്കുക. നന്ദകുമാർ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ 7 മണിക്കൂർ എന്നുള്ളൊരു സമയമായിരുന്നു ഈ ദൂരം വെച്ച്. ഈ റെയിൽവേയുടെ വിലയിരുത്തൽ എന്താണ്? ഈ പരീക്ഷണ ഓട്ടം അവസാനിച്ചതിന് ശേഷം കണ്ണൂരിലെത്തിയ സമയം 7 മണിക്കൂർ 20 മിനിറ്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും രഞ്ജിത്ത്, എന്തായാലും ആദ്യഘട്ടം മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് വിലയിരുത്തുക. എന്തായാലും ഇപ്പോൾ കണ്ണൂരിൽ ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2:10 കൂടിയായിരിക്കും കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇത് തിരിക്കുക. വീണ്ടും ഒരു 7 മണിക്കൂറോളം എടുത്തായിരിക്കും ഇത് തിരുവനന്തപുരത്ത് എത്തുക. തിരുവനന്തപുരത്ത് എത്തിച്ചതിന് ശേഷം വീണ്ടും ഈ വന്ദേ ഭാരത് എക്സ്പ്രസിനെ കൊച്ചുവേളിയിലെ യാർഡിലേക്ക് ഇന്ന് തന്നെ മാറ്റുകയും ചെയ്യുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും റെയിൽവേ ഉദ്യോഗസ്ഥർ ആ ഉദ്ദേശിച്ച കണക്ക് പ്രകാരം ഒരു 7 മണിക്കൂർ കൊണ്ട് എത്തുക എന്നത് തന്നെയാണ്. എന്തായാലും 7 മണിക്കൂർ 9 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് ട്രെയിൻ എത്തി നിൽക്കുകയാണ്. രാവിലെ പുലർച്ചെ 4:30 കൊച്ചുവേളി യാർഡിൽ നിന്നും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ ഒരു ട്രെയിൻ എത്തിച്ചിരുന്നു. അതിനുശേഷം 5:10 കൂടിയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പുറപ്പെട്ടത്. കൃത്യം 50 മിനിറ്റ് കൊണ്ട് തന്നെ കൊല്ലത്തെത്തിയിരുന്നു. അതായത് 5:59 തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ് കൊല്ലത്തെത്തിയിരുന്നു. അതിനുശേഷം 7:28 കോട്ടയത്തെത്തി. അതായത് തിരുവനന്തപുരത്ത് നിന്ന് 2 മണിക്കൂർ 19 മിനിറ്റ് എടുത്താണ് കോട്ടയത്തെത്തിയത്. അതിനുശേഷം 8:28 ആയപ്പോഴേക്കും എറണാകുളത്തെത്തി. അതായത് 3 മണിക്കൂർ 18 മിനിറ്റ് കൊണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് എത്തുകയും ചെയ്തു. അതിനുശേഷം 9:37 ആയപ്പോഴേക്കും ട്രെയിൻ തൃശൂർ പിന്നിടുകയാണ് ഉണ്ടായത്. തിരുവനന്തപുരത്ത് നിന്നും 4 മണിക്കൂർ 28 മിനിറ്റ് കൊണ്ടാണ് തൃശൂരിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് എത്തിയത്. അതിനുശേഷം 12:19 കൂടി വന്ദേ ഭാരത് എക്സ്പ്രസ് കണ്ണൂർ തൊടുകയായിരുന്നു. എന്തായാലും ഈ എറണാകുളത്ത് വെച്ച് മാത്രമാണ് കുറച്ച് നേരം അധികം നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ചില പാളത്തിലെ മാറ്റങ്ങളൊക്കെ തന്നെ വരുത്തേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു 9 മിനിറ്റ് വൈകാൻ ഒരു കാരണമുണ്ടായത് എന്നാണ് ഇപ്പോൾ റെയിൽവേ അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അതൊരു പ്രശ്നമേ അല്ല എന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഒരു ട്രയൽ റൺ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്യും. അതിനു മുമ്പ് ചില മെയിൻ്റനൻസ് വർക്ക് നടത്തുന്നുണ്ട്, ചില ക്ലീനിംഗ് പ്രോസസ് നടത്തുന്നുണ്ട്, ചില ടെക്നിക്കൽ ആയിട്ടുള്ള ചില അപ്ഡേഷൻസ് വരുത്താനുള്ള ശ്രമങ്ങളും നടത്തുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഈ റെയിൽ പാളങ്ങളിലെ വളവുകൾ തന്നെയാണ്. അത് നിവർത്താനുള്ള നടപടിക്രമങ്ങൾ അതിന്റെ സർവേ ആരംഭിച്ചിട്ടുണ്ട്. അതുമായി എത്രയും വേഗം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ റെയിൽവേ അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന. രഞ്ജിത്ത്, വന്ദേ ഭാരത് എക്സ്പ്രസ് രാവിലെ 5:10 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് 12:20 കണ്ണൂരെത്തി. ഇനിയും തിരിച്ചു വരും. 2:30 അവിടെ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ഉണ്ട്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റെയിൽവേ അധികൃതരുടെയും മറ്റും പ്രതികരണം വരിക. മറ്റു ചില വാർത്തകൾ. അരിക്കൊമ്പൻ ദൗത്യത്തിൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. അരിക്കൊമ്പനെ മാറ്റാനുള്ള ഹൈക്കോടതി വിധിക്കെതിരെയുള്ള ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തള്ളിയത്. വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ ഇടപെടാനാവില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അരിക്കൊമ്പൻ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടലിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലാണ് സുപ്രീം കോടതി തള്ളിയത്. കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവുകൾ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ആവശ്യം. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനുള്ള തീരുമാനമെടുത്തത് ആരെന്നായിരുന്നു സർക്കാർ അഭിഭാഷകരോട് സുപ്രീം കോടതിയുടെ ചോദ്യം. വിദഗ്ധ സമിതിയാണെന്ന് സർക്കാർ വ്യക്തമാക്കി. തുടർന്ന് വിദഗ്ധ സമിതി അംഗങ്ങളുടെ പശ്ചാത്തലം സുപ്രീം കോടതി സർക്കാർ ഹർജിയിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുകയായിരുന്നു. വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ വിദഗ്ധ സമിതിയിലുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. വിദഗ്ധ സമിതി നിർദ്ദേശം നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇടപെടാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കി കോടതി ഹർജി തള്ളുകയായിരുന്നു. ഇതോടെ ഹൈക്കോടതി ഉത്തരവ് സംസ്ഥാനത്തിന് നടപ്പിലാക്കേണ്ടി വരും. അരിക്കൊമ്പനെ മാറ്റിപ്പാർപ്പിക്കാൻ പറമ്പിക്കുളത്തിന് പകരം യോജിച്ച മറ്റൊരു സ്ഥലം സംസ്ഥാന സർക്കാർ കണ്ടെത്തണമെന്നുള്ള ഹൈക്കോടതി ഉത്തരവിലെ പരാമർശത്തിനെതിരെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. അരിക്കൊമ്പനെ കോടനാട് ആന പരിശീലന കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന നിലപാട് കേരളം സുപ്രീം കോടതിയിലും ആവർത്തിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. തൊടുപുഴ മടക്കത്താനത്ത് നിയന്ത്രണം വിട്ട വാഹനം ഇടിച്ച് 3 പേർക്ക് ദാരുണാന്ത്യം. 2 വയസ്സുകാരിയടക്കം കാൽനട യാത്രക്കാരായ 3 പേരാണ് മരിച്ചത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. രാവിലെ 8 മണിയോടെയാണ് വാഴക്കുളം മടക്കത്താനത്ത് അപകടം. അപകടത്തിൽ 2 വയസ്സുകാരിയടക്കം 3 പേരാണ് മരിച്ചത്. പ്രദേശവാസികളായ മേരി ജോൺ, പ്രജേഷ് പോൾ, മകൾ അന്ന പ്രജേഷ് എന്നിവർ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സാധനങ്ങൾ വാങ്ങുവാനായി കടയിലേക്ക് ഇറങ്ങിയതായിരുന്നു പ്രദേശവാസിയായ മേരിയുടെ അയൽവാസിയാണ് പ്രജേഷ്. നിയന്ത്രണം വിട്ട പാഴ്സൽ വണ്ടി
3 പേരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ഡ്രൈവർ എൽദോയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എൽദോയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 തൊടുപുഴ. താമരശ്ശേരിയിൽ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ദക്ഷിണ കന്നഡ ജില്ലാ സ്വദേശികളായ മുഹമ്മദ് നൌഷാദ്, ഇസ്മായിൽ ആസിഫ്, അബ്ദുൾ റഹ്മാൻ എന്ന സുബൈർ, കാസർഗോഡ് ചെമ്പരിക്ക സ്വദേശി ഹുസൈൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. തട്ടിക്കൊണ്ടുപോകലിന് ഉപയോഗിച്ച കാർ വാടകയ്ക്കെടുത്ത് കൊടുത്തവരും കാർ താമരശ്ശേരിയിൽ എത്തിച്ചവരുമാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ ഇന്ന് വൈകിട്ട് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കും. ഇടവേള. സൈന്യത്തിലെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്ന സുഡാനിൽ കൊല്ലപ്പെട്ട കണ്ണൂർ ആലക്കോട് സ്വദേശി ആൽബർട്ട് അഗസ്റ്റിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 6:45ഓടെയാണ് ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ മൃതദേഹം മാറ്റിയത്. ശനിയാഴ്ചയാണ് താമസ സ്ഥലത്ത് വെച്ച് ആൽബർട്ടിന് വെടിയേൽക്കുന്നത്. കാനഡയിലുള്ള മകനുമായി ഫോണിൽ സംസാരിച്ചു നിൽക്കുന്നതിനിടെയായിരുന്നു സംഭവം. ഈ സമയം ഒപ്പമുണ്ടായിരുന്ന ഭാര്യയും മകളും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും കേന്ദ്ര വിദേശകാര്യമന്ത്രിക്കും അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് ഇന്ത്യൻ എംബസിയുടെ ഓഫീസർമാർ ബന്ധുക്കളെ ബന്ധപ്പെടുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. ഇന്നലെ രാത്രി വെടിനിർത്തൽ പ്രഖ്യാപിച്ച 3 മണിക്കൂർ സമയം കൊണ്ടാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത്. രാത്രിയിൽ തന്നെ ആംബുലൻസിലേക്ക് മാറ്റിയെങ്കിലും ഗതാഗത നിയന്ത്രണം തുടർന്നതിനാൽ ഇന്ന് രാവിലെയോടെ മാത്രമാണ് മൃതദേഹം എത്തിച്ചത്. സുഡാനിൽ അടുത്ത 10 ദിവസത്തേക്ക് കർഫ്യൂ പ്രഖ്യാപിച്ചതിനാൽ മൃതദേഹം എപ്പോൾ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നതിൽ ഉറപ്പു നൽകാൻ എംബസിക്കും കഴിയുന്നില്ല. ആൽബർട്ടിന്റെ ഭാര്യയും മകളും സുരക്ഷിതരാണ്. മൃതദേഹം വേഗത്തിൽ നാട്ടിലെത്തിക്കാൻ അധികൃതർ ഇടപെടണമെന്ന് വീട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കണ്ണൂർ. KSRTCയിൽ മാർച്ച് മാസം 2ാം ഗഡു ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധം കടുപ്പിച്ച് യൂണിയനുകൾ. ഏപ്രിലിലെ ശമ്പളം അടുത്ത മാസം 5-ന് മുൻപ് ഒരുമിച്ച് കിട്ടിയില്ലെങ്കിൽ മെയ് 8-ന് പണിമുടക്കുമെന്ന് BMS യൂണിയൻ അറിയിച്ചു. യൂണിയനുകൾ വസ്തുത അറിയാതെയാണ് പ്രതിഷേധിക്കുന്നതെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു മറുപടി നൽകി. മാർച്ച് മാസത്തെ ആദ്യ ഗഡു ശമ്പളം മാത്രമാണ് ജീവനക്കാർക്ക് നൽകിയിരിക്കുന്നത്. വിഷു, റംസാൻ കാലമായിട്ടും ബാക്കി ശമ്പളം വൈകിയതോടെ യൂണിയനുകൾ പ്രതിഷേധം കടുപ്പിച്ചു. ഏപ്രിലിലെ ശമ്പളം അടുത്ത മാസം 5-ന് മുമ്പ് ഒരുമിച്ച് കിട്ടിയില്ലെങ്കിൽ മെയ് 8-ന് പണിമുടക്കുമെന്ന് BMS യൂണിയൻ അറിയിച്ചു. എങ്ങനെയാണോ ഗവൺമെന്റ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് അതേ മാതൃകയിൽ KSRTCക്കാരനും ജോലി ചെയ്ത പണം അതിങ്ങനെ അരയും മുക്കാലും കാലുമാക്കാതെ മുഴുവനും നൽകണമെന്നാണ് പറയുന്നത്. അത് നടക്കാത്ത പക്ഷം അടുത്ത മാസം 5-ാം തീയതി കൃത്യമായി ശമ്പളം കൊടുത്തില്ല എങ്കിൽ എംപ്ലോയീസ് സംഘ് 8-ാം തീയതി പണിമുടക്കിലേക്ക് പോവുകയാണ്. ഭരണപക്ഷ യൂണിയനായ CITUവും കോൺഗ്രസ് അനുകൂല TDFും സംയുക്തമായി ചീഫ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധിച്ചത്. കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റ് ആണെങ്കിൽ ഈ മാസവും 40 കോടി രൂപ KSRTCക്ക് വേണ്ടി നൽകി കഴിഞ്ഞു. എന്നിട്ടും പണം നൽകാൻ കഴിയാത്ത നിലയിലേക്ക് KSRTC തകർച്ചയാണ് എങ്കിൽ അതിൻ്റെ ഉത്തരവാദി മാനേജ്മെന്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ KSRTC തൊഴിലാളികൾക്ക് ശമ്പളവും അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത ആളുകൾക്കുള്ള പെൻഷനും അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഐക്യ സമരം രൂപപ്പെട്ടിട്ടുള്ളത്. BMS യൂണിയൻ തമ്പാനൂരിൽ പട്ടിണി സമരമിരുന്നു. വിഷുവിന് മുമ്പ് 2ാം ഗഡു ശമ്പളം പ്രതീക്ഷിച്ച KSRTC ജീവനക്കാർക്ക് നിരാശയായിരുന്നു ഫലം. 230 കോടി രൂപ മാർച്ച് മാസം വരുമാനമായി ലഭിച്ചിട്ടും ജീവനക്കാർക്ക് ദുരിതം മാത്രമാണെന്നാണ് യൂണിയൻ ആക്ഷേപം. 15-ാം തീയതിക്ക് ശേഷമാണ് 2ാം ഗഡു നൽകേണ്ടത്. സർക്കാർ ഫണ്ട് അനുവദിച്ചാൽ ശമ്പളം നൽകുമെന്ന് മന്ത്രി ആന്റണി രാജു പ്രതികരിച്ചു. സർക്കാർ സഹായമായി 50 കോടി രൂപ മാനേജ്മെന്റ് ചോദിച്ചെങ്കിലും ധനവകുപ്പ് ഇതുവരെയും തീരുമാനമെടുത്തില്ല. അത് കിട്ടിയാലേ ബാക്കി ശമ്പളം വിതരണം ചെയ്യാനാകൂ എന്നാണ് മാനേജ്മെന്റിന്റെ നിലപാട്. നന്ദകുമാർ, ന്യൂസ് 18 തിരുവനന്തപുരം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിക്ടർ ടി തോമസ് രാജിവെച്ചു. രാജി പാർട്ടിയുടെയും മുന്നണിയുടെയും പ്രവർത്തനത്തിലെ അതൃപ്തി മൂലമെന്നാണ് വിക്ടർ തോമസ് പറയുന്നത്. ദേശീയ താൽപര്യത്തിനൊപ്പമുള്ള പുതിയ രാഷ്ട്രീയം സ്വീകരിക്കുമെന്നും പ്രതികരണമുണ്ട്. ഞാനിന്ന് രാജിവെക്കുകയാണ്. പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട് പത്തനംതിട്ടയില്. UDFന്റെ 20 കൊല്ലമായിട്ട് ജില്ലാ ചെയർമാനായിരുന്നു, പാർട്ടി ജില്ലാ പ്രസിഡന്റുമായിരുന്നു. രണ്ടും രാജിവെക്കുക. ഇപ്പോഴത്തെ പാർട്ടിയുടെ പ്രവർത്തന ശൈലി, പാർട്ടിയുടെ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിനകത്തെ അപാകതകൾ, ഒരു പാർട്ടി ആലോചനയില്ല, ഗൂഢാലോചനയില്ല, പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നില്ല. നമ്മളാണ് ഇവിടെ സംഘടന വാസ്തവത്തിൽ കേരളത്തിൽ ഈ പാർട്ടി വളരെയൊന്നും കണ്ട് ഇവിടെ ഉണ്ടാക്കി, പത്തനംതിട്ടയിൽ ആദ്യം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് UDFന്റെ ആണെങ്കിൽ UDFന്റെ ഒരു ഗൂഢാലോചനയില്ല, ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കും. UDF ചെയർമാൻ എന്നുള്ള നിലയിൽ ആ കാര്യങ്ങൾ കമ്മിറ്റികൾ വരും. അവിടെ ചുമ്മാതെ ഒരു തീരുമാനങ്ങളും ശരിയായ രീതിയിൽ എടുക്കുന്നില്ല. ഘടകകക്ഷികളുടെ സീറ്റുകളും ധാരണകളും അട്ടിമറിക്കുന്നു. അവിടെ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇത് ഒരു UDFന് ഒരു യൂണിറ്റി ഇല്ല.
അതിനകത്ത് ശരിയായി കൊണ്ടുപോകാൻ ആരും ശ്രദ്ധിക്കുന്നില്ല. സംസ്ഥാന നേതൃത്വത്തോടും ദേശീയ നേതൃത്വത്തോട് വരെ ഈ വിഷയങ്ങൾ പലപ്പോഴും ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇതിനൊന്നും പരിഹാരം ഉണ്ടാകാതെ ഇത് പരാതി പറഞ്ഞാൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്നത് നമുക്കെതിരെ ഇല്ലാത്ത ഇതുണ്ടാക്കുകയും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ധാർമ്മികമായിട്ടതൊരു ശരിയായി മുന്നോട്ട് പോകാത്തൊരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ താല്പര്യം. എന്തായാലും ഞാൻ ഇവിടുത്തെ രാജ്യത്തിന്റെ താല്പര്യം മുൻനിർത്തി പോകത്തക്ക രീതിയിൽ നമുക്ക് ആ കാര്യങ്ങൾ ആലോചിച്ച് പോകണം. BJP വിട്ട മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷട്ടാർ കോൺഗ്രസിൽ ചേർന്നു. KPCC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത്. ഹുബള്ളി ഗാർവാഡ് മണ്ഡലത്തിൽ ഷട്ടർ മത്സരിക്കും. ലിംഗായത്ത് സമുദായത്തിൽ നിന്നുള്ള ഷട്ടാറിനെ പാർട്ടിയിലെത്തിച്ചത് ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലാണ് കോൺഗ്രസ്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതിനു പിന്നാലെ BJPയിൽ നിന്നുള്ള ഒഴുക്ക് തുടരുകയാണ്. മുൻ ഉപമുഖ്യമന്ത്രി ലക്ഷ്മൺ സവദിയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പാളയത്തിലെത്തിയതെങ്കിൽ ഇന്ന് അംഗത്വമെടുത്തത് മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷട്ടർ. സംസ്ഥാനത്ത് BJP കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച് തന്നെ പാർട്ടി നേതൃത്വം ಅಪಮಾನಿಸಿದಾಯಿ ഷട്ടർ ಆರೋಪಿച്ചു. ಆ ರೀತಿ ಪಕ್ಷವನ್ನು ಕಟ್ಟಿ ಬೆಳೆಸಿ ಪಕ್ಷ ಮುಖ್ಯ ಅಂತ ನಾವು ಬೆಳವಣಿಗೆ ತೊಗೊಂತೀವಿ. ಆದ್ರೆ ಇವತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದಲ್ಲಿ ಏನಾಗ್ತಾ ಇದೆ ಅಂದ್ರೆ ಇವತ್ತು ಪಕ್ಷ ಮುಖ್ಯ ಅಲ್ಲ, ಕೆಲವು ವ್ಯಕ್ತಿಗಳು ಮುಖ್ಯ ಅನ್ನುವಂಥ ರೀತಿಯಲ್ಲಿ ಬೆಳವಣಿಗೆ ಆಗ್ತಾ ಇದೆ. ಅದು ನಮಗೆ ಬೇದನೆ ತಂದಿದೆ. ಕೆಲವು ವ್ಯಕ್ತಿಗಳು ಇಡೀ ರಾಜ್ಯದ ಬಿಜೆಪಿಯ ಕಂಟ್ರೋಲ್ ತಗೊಂತಾ ಇದ್ದಾರೆ. ಇಡೀ ರಾಜ್ಯದ ಬಿಜೆಪಿ ಕಂಟ್ರೋಲ್ ತಗೊಂತಾ ಇದ್ದಾರೆ. ಇವತ್ತು ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿ ಆಫೀಸ್ನಲ್ಲಿ ಹೋದ್ರೆ ಕೆಲವೇ ವ್ಯಕ್ತಿಗಳ ಕಂಟ್ರೋಲ್ನಲ್ಲಿ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿ ಆಫೀಸ್. ഉപാധികളൊന്നും മുന്നോട്ട് വെക്കാതെയാണ് ഷട്ടറിന്റെ കോൺഗ്രസ് പ്രവേശനമെന്ന് പാർട്ടി നേതൃത്വം പ്രതികരിച്ചു. ನಿರ್ಭಯವಾಗಿ ನಿಷ್ಠುರವಾಗಿ ಅವರು ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ರು. ಎಸ್.ಎಂ. ಕೃಷ್ಣ ಅವ್ರ ಕಾಲದಲ್ಲೂ ಕೂಡ ವಿರೋಧ ಪಕ್ಷದ ನಾಯಕರಾಗಿ ಕೆಲಸ ಮಾಡಿದ್ರು. സിറ്റിംഗ് സീറ്റായ ഹുബള്ളി ധാർവാഡ് സെൻട്രൽ മണ്ഡലത്തിൽ സീറ്റ് നിഷേധിച്ചതോടെയാണ് ഷട്ടർ BJP വിട്ടത്. ഇവിടെ നിന്ന് ഷട്ടറിനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. 3 ഘട്ടങ്ങളിലായി 209 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഷട്ടർ വരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഹുബള്ളി ധാർവാഡ് സെൻട്രൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല. ലിംഗായത്ത് സമുദായാംഗമായ ഷട്ടറിന്റെ കടന്നുവരവ് മുംബൈ കർണാടക മേഖലയിലും BJPയുടെ ലിംഗായത്ത് വോട്ട് ബാങ്കിലും വിള്ളൽ വീഴ്ത്തുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. പഞ്ചാബിലെ ബട്ടിൻഡ മിലിറ്ററി സ്റ്റേഷനിൽ നടന്ന വെടിവെപ്പിൽ സൈനികൻ പിടിയിൽ. മോഹൻ ദേശായി ആണ് പിടിയിലായത്. കഴിഞ്ഞ ഏപ്രിൽ 12-നാണ് ബട്ടിൻഡ സൈനിക കേന്ദ്രത്തിൽ വെടിവെപ്പ് നടന്നത്. 4 ജവാന്മാർ കൊല്ലപ്പെട്ടിരുന്നു. ഏപ്രിൽ 12-ന് പുലർച്ചെ കൊലപാതകം നടത്തിയ ശേഷം മുഖമൂടി ധരിച്ച 2 പേർ കുർത്ത പൈജാമ ധരിച്ച് സമീപത്തെ വനത്തിലേക്ക് ഓടുന്നത് താൻ കണ്ടതായി മോഹൻ ദേശായി വ്യാജ ദൃക്സാക്ഷിമൊഴി നൽകിയിരുന്നു. ഭട്ടിൻഡ SSP ഗുൽനീത് സിംഗ് ഖുറാന അറസ്റ്റ് സ്ഥിരീകരിച്ചു. എന്നിരുന്നാലും 4 ജവാന്മാരെ കൊലപ്പെടുത്തിയതിന് കൃത്യമായ കാരണങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ ഖുറാന വിസമ്മതിച്ചു. വ്യക്തിപരമായ കാരണങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് സൂചന. ശനിയാഴ്ച രാത്രി അക്രമികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട ഗുണ്ടാ നേതാവും മുൻ MPയുമായ അതിഖ് അഹമ്മദിന്റെ ശരീരത്തിൽ 9 വെടിയുണ്ടകൾ കണ്ടെത്തി. സഹോദരൻ അഷ്റഫിന്റെ ശരീരത്തിൽ നിന്ന് 5 വെടിയുണ്ടകളും പുറത്തെടുത്തു. ഇരുവരുടെയും കൊലപാതകത്തിൽ സുപ്രീം കോടതി മുൻ ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ വിശാൽ തിവാരി പൊതുതാൽപര്യ ഹർജി നൽകി. അദീഖിന്റെയും സഹോദരൻ അഷറഫിന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് വെടിയേറ്റതിന്റെ വിശദാംശങ്ങൾ വ്യക്തമായത്. അദീഖിന്റെ തലയിലാണ് ഒരു വെടിയേറ്റത്. ബാക്കി 8 എണ്ണം നെഞ്ചത്തും പുറത്തുമാണ്. അഷറഫിന്റെ മുഖത്തും പുറത്തുമാണ് വെടിയേറ്റത്. 5 ഡോക്ടർമാരുടെ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ക്യാമറയിൽ പകർത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ രാത്രി ഇരുവരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മകൻ ആസാദിനെ സംസ്കരിച്ച ശ്മശാനത്തിൽ തന്നെയാണ് അദീഖിനെയും സംസ്കരിച്ചത്. അദീഖിന്റെയും സഹോദരന്റെയും കൊലപാതകത്തിൽ സുപ്രീംകോടതി മുൻ ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ വിശാൽ തിവാരി സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. 2017 മുതൽ ഉത്തർപ്രദേശിൽ നടന്ന 183 ഏറ്റുമുട്ടലുകളിലും വിദഗ്ധ സമിതിയുടെ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. അദീഖിനെ കൊലപ്പെടുത്താൻ അക്രമികൾ മാർച്ച് 26-ന് ശ്രമിച്ചിരുന്നെന്നും സൂചനയുണ്ട്. പ്രയാഗ്രാജിൽ നിന്ന് ഗുജറാത്തിലെ സബർമതി ജയിലിലേക്ക് കൊണ്ടുപോകും വഴി കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി. എന്നാൽ കനത്ത സുരക്ഷയുടെ പശ്ചാത്തലത്തിൽ പദ്ധതി മാറ്റിവെക്കുകയായിരുന്നു. കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിലെ വിവിധ ജില്ലകൾ പ്രഖ്യാപിച്ചിരുന്ന നിരോധനാജ്ഞ തുടരുകയാണ്.
നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഇടവേള. റമദാൻ വിശേഷം. ഇന്ന് ഇസ്ലാം മത വിശ്വാസികൾക്ക് പരിശുദ്ധ റമദാനിലെ ഏറ്റവും വിശിഷ്ടമായ 27ാം രാവ് ഖുർആൻ ഭൂമിയിലേക്ക് വന്ന ഈ ദിവസം വിശ്വാസികൾക്ക് പ്രാർത്ഥനകളുടേതാണ്. വിശ്വാസികൾക്ക് 1000 മാസം ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് സമമാണ് 27ാം രാവിലെ പ്രാർത്ഥനകൾ. റമദാൻ പരിസമാപ്തിയിൽ കടന്നെത്തുന്ന 27ാം രാവ് വിശ്വാസികൾക്ക് പുണ്യദായകമാകുന്നത് ഒട്ടേറെ കാരണങ്ങൾ കൊണ്ടാണ്. മുസ്ലിം വിശ്വാസികൾ അവരുടെ ഏറ്റവും അതിപ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഫുർഖാൻ അവൈം. ആ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. അതാണ് റമദാൻ എല്ലാ പവിത്രതയും. ആ റമദാനിൽ ഖുർആൻ അവതരിച്ച രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാത്രി. ആ രാവ് 1000 മാസം ഒന്നിച്ചാരാധിച്ചാൽ ലഭിക്കുന്ന പുണ്യം ആ ഒരൊറ്റ രാത്രി കൊണ്ട് ലഭിക്കുന്നതാണ്. 84 വർഷം ഒന്നിച്ചാരാധിക്കുക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. ആ ആരാധനയുടെ പുണ്യം ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടുന്നു എന്നതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ ആ രാത്രി ഒരു സമയവും പാഴാക്കാതെ ആരാധനകളിൽ നിരതരായിരിക്കും. മലപ്പുറം മഅ്ദിൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിൽ നടക്കുന്ന പ്രാർത്ഥനാ സംഗമത്തിൽ 2.5 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കും. പ്രാർത്ഥനാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. ഏറെ നാളത്തെ ചികിത്സയ്ക്കും വിശ്രമത്തിനു ശേഷമാണ് അദ്ദേഹം സ്വലാത്ത് നഗറിലെത്തുന്നത്. പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് മഅ്ദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തങ്ങൾ നേതൃത്വം നൽകും. രാവിലെ തൊട്ട് തുടങ്ങുന്ന എഴുത്തിക്കാഫ്, ഖുർആൻ പാരായണം, ബദ്ർ മൗലിദ്, സമൂഹ പ്രാർത്ഥന, പാപമോചന പ്രാർത്ഥന, വിശിഷ്യ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുമ കാന്തോരം ഉസ്താദിൻ്റെ റംലാൻ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനകൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് റയീസുലമ സുലൈമാൻ ഉസ്താദ് ഉൾപ്പെടെയുള്ള മഹൽ വ്യക്തിത്വങ്ങളുടെ ആത്മീയ പ്രഭാഷണങ്ങളും പ്രാർത്ഥനകളും വിദേശ പ്രതിനിധികളും സംബന്ധിക്കുന്നതാണ്. വൈകുന്നേരം മഅ്ദിൻ ഗ്രാൻഡ് ഇഫ്താർ സംഗമവും നടക്കും. 1 ലക്ഷത്തിലധികം ആളുകളാണ് ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുക. രാത്രിയോടെ ആരംഭിക്കുന്ന പ്രാർത്ഥനാ സംഗമം രാവ് പുലരും വരെ നീളും. ന്യൂസ് 18 മലപ്പുറം. റമദാൻ കാലം മലപ്പുറം ജില്ലയിൽ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കുന്ന കാലം കൂടിയാണ്. മങ്കട ചേരിയം പ്രദേശത്തെ കൂട്ടായ്മ 23 കൊല്ലമായി തുടരുന്ന പതിവാണ് ഗ്രാൻഡ് നോമ്പുതുറ. ഇത്തവണയും ആ പതിവ് തെറ്റാതെ തന്നെ നടന്നു. ചേരിയത്തെ CVS ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു റമദാൻ 26-ന് നോമ്പുതുറ സംഘടിപ്പിച്ചത്. ബിരിയാണിയും ചിക്കനും ബീഫും പഴവർഗ്ഗങ്ങളും ജ്യൂസുമൊക്കെയായി നാട്ടിലെ എല്ലാവരും ഒന്നിച്ചു. അഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണമാണ് ഒരുക്കിയത്. നോമ്പുതുറയ്ക്ക് എത്താൻ പറ്റാത്തവർക്ക് വീടുകളിലേക്ക് വിഭവങ്ങൾ എത്തിച്ചു കൊടുത്തു. നോമ്പുതുറയ്ക്ക് ആവശ്യമായതെല്ലാം സമാഹരിച്ചത് നാട്ടിൽ നിന്ന് തന്നെ. 75,000 രൂപ ചെലവ് വന്നു നോമ്പുതുറയ്ക്ക്. 24 വർഷമായിട്ട് തുടങ്ങിയ പരിപാടിയാണ്. അതായത് 24 വർഷം കണ്ടിന്യൂ ആയിട്ട് തുടങ്ങിയ പരിപാടിയാണ്. ഇഫ്താർ പാർട്ടി ഒന്ന് മെയിനായിട്ട്, പിന്നെ അതിന് പുറമെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പിന്നെ ക്യാൻസർ രോഗികൾക്കുള്ള സഹായം, ക്ലബിൻ്റെ അണ്ടറിൽ അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂ ആയിക്കണ്ട്. കൊറോണയുടെ സമയത്ത് 2 വർഷം നമ്മൾ മാറ്റി നിർത്തി വെച്ചാൽ ബാക്കിയെല്ലാം കണ്ടിന്യൂ ആക്കാൻ നടത്തിയിരുന്ന പരിപാടിയാണ്. ഈ നാട്ടിലെ ജാതി മത ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കും. അത് ഇവിടെയുള്ള ആളുകൾ എങ്ങനെ എല്ലാവരും പങ്കെടുക്കും. എല്ലാവരുടെയും സപ്പോർട്ട്, എല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ടുണ്ട് ഈ പരിപാടിക്ക്. അടുത്ത വർഷം ഈ നോമ്പുതുറയുടെ സിൽവർ ജൂബിലിയാണ്. പതിവിലും ഭംഗിയായി ആഘോഷിക്കാനാണ് ഈ നാട്ടുകാരുടെ ആലോചന. ന്യൂസ് 18 മലപ്പുറം. ക്രിക്കറ്റ് പ്രേമികൾക്കായി കൊച്ചിയിൽ ജിയോ സിനിമയുടെ ടാറ്റ IPL ഫാൻ പാർക്ക് എറണാകുളം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഫാൻ പാർക്ക് ഒരുക്കിയത്. ക്രിക്കറ്റ് പ്രേമികൾക്ക് ബിഗ് സ്ക്രീനിൽ കളി കാണാനുള്ള അവസരമൊരുക്കുകയാണ് ഫാൻ പാർക്ക്. മനോഹരമായ കമന്ററിയുടെ പശ്ചാത്തലത്തിൽ മൈതാനത്തിലിരുന്ന് കളി കാണുന്ന അനുഭവമാണ് ഫാൻ പാർക്ക് നൽകുന്നത്.
my decision for the big screen. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കുന്ന ടാറ്റ IPL ഫാൻ പാർക്കിൽ മുംബൈ ഇന്ത്യൻസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള മത്സരമാണ് ആദ്യമായി തത്സമയം സംപ്രേഷണം ചെയ്തത്. ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുണ്ട്, അത് ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പൊ എനിക്കിഷ്ടമുള്ള സംഭവമാണ്. എല്ലാവരും ഒന്ന് ഗെറ്റ് ടുഗദർ ഒക്കെ പോലെ വന്ന് എല്ലാവർക്കും ഒന്ന് പോയി കാണാന്നുള്ളൊരു സെറ്റപ്പാണ്. നല്ലതാണ്. അതെ, നല്ല ഓളമാണ്. അതിന്റെ ഒരു ഏകദേശം ഒരു ചെറിയ ഗ്രൗണ്ടിൽ കാണുന്ന ഒരു ഫീൽ ഉണ്ട്. പെട്ടെന്ന് ഷോർട്ട് നോട്ടീസിൽ വന്നതാണ്. നമ്മള് IPL സൈറ്റിൽ കണ്ടത് പാലക്കാട് മാത്രമുള്ള രീതിയിലായിരുന്നു. IPL ഒഫീഷ്യൽ ഫാൻ പാർക്കാന്ന് അറിയില്ലായിരുന്നു. നമ്മൾ ജിയോ സിനിമാസോ സ്റ്റാർ സ്പോർട്സോ നടത്തുന്ന രീതിയിലാണ് വിചാരിച്ചു. പിന്നീട് ഗുജറാത്ത് ടൈറ്റൻസും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരവും പ്രദർശിപ്പിച്ചു. കുടുംബത്തോടൊപ്പമെത്തി കളി കണ്ടു മടങ്ങാൻ അവസരമൊരുക്കുന്നു. ഫേസ് പെയിന്റിംഗ്, കുട്ടികൾക്കായി പ്ലേ ഏരിയ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. ടാറ്റ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഹോൾഡറായ ജിയോ സിനിമ 35 നഗരങ്ങളിലും പട്ടണങ്ങളിലുമാണ് ടാറ്റ IPL ഫാൻസ് പാർക്കുകൾ എത്തിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ഇടുക്കിയുടെ മലമടക്കുകൾ കീഴടക്കിയ ഹൈറേഞ്ചുകാരെ പടം പിടിക്കാൻ പഠിപ്പിച്ച ഒരു ഫോട്ടോഗ്രാഫറുടെ കഥയാണ് ഇനി. ഇടുക്കി ഡാം പ്രദേശം ആദ്യമായി ക്യാമറയിൽ പകർത്തിയ MJ ഫിലിപ്പ് എന്ന ഫോട്ടോഗ്രാഫറെ കുറിച്ച് കാണാം. കൊലുമ്പനൊപ്പം മലകണ്ടിറങ്ങിയ മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ട് WJ ജോൺ ആദ്യമെത്തിയത് ഫോട്ടോഗ്രാഫർ ഫിലിപ്പിനടുത്തേക്കാകണം. 1930കളിൽ ഇടുക്കി അണക്കെട്ടെന്ന ആശയം ഉദിച്ചപ്പോൾ അണക്കെട്ട് ഉയരേണ്ട സ്ഥലം ക്യാമറയിൽ പകർത്താൻ ആ മലങ്കര സൂപ്രണ്ടിനെ സഹായിച്ചതും ഫിലിപ്പായിരുന്നു. അങ്ങനെ അണക്കെട്ട് ഉയരുന്നതിന് മുൻപ് സ്ഥലത്തുണ്ടായിരുന്ന കുത്തിയൊഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ ആദ്യ പടം ഫിലിപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞു. പകർത്തുന്ന ഓരോ ചിത്രങ്ങളും ചരിത്രത്തിലെ ഏടുകളാകുമെന്ന് ഫിലിപ്പ് കരുതി കാണില്ല. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ഫിലിപ്പിന്റെ ചിത്രങ്ങൾ അപൂർവ ശേഖരങ്ങളായി. കിലോമീറ്ററുകളോളം കാൽനടയായി യാത്ര ചെയ്തും കുന്നും മലയും കയറിയുമായിരുന്നു അപ്പാപ്പന്റെ കാലത്തെ പടംപിടുത്തമെന്ന് കൊച്ചുമകൻ നിഖിൽ ഓർത്തെടുക്കുന്നു. ഒരു ഫോട്ടോയാണ് എടുക്കാൻ സാധിക്കുള്ളൂ, ഒരു ഫിലിമാണ് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര സ്ലൈഡർ ഉണ്ടോ അതനുസരിച്ചാണ് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 1-2 സ്ലൈഡറാണ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 2 ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു പോരുക, തിരിച്ചു വന്ന് സ്റ്റുഡിയോ വന്ന് അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് അത് കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും അറിയാൻ സാധിക്കുകയുള്ളൂ. ഫോട്ടോ പിടിക്കുന്ന യന്ത്രം വാങ്ങാൻ ഇടുക്കിയിൽ നിന്ന് ആദ്യം കപ്പൽ കയറിയതും ഫിലിപ്പാണ്. അന്ന് കോട്ടും ടൈയുമിട്ട് ഇടുക്കിയിലെത്തിയ ഫിലിപ്പിന് മുന്നിൽ പ്രമാണിമാർ പോലും പടം പിടിക്കാൻ അനങ്ങാതെ നിന്നു. ഇടുക്കിയിലെ തന്നെ ആദ്യത്തെ സ്റ്റുഡിയോ തൊടുപുഴയിൽ ആരംഭിച്ചതും ഫിലിപ്പായിരുന്നു. 1988 മെയ് 26 തെക്കുംഭാഗം മടുക്കയിൽ MJ ഫിലിപ്പ് ലോകത്തോട് യാത്ര പറഞ്ഞു. വർഷങ്ങൾക്കിപ്പുറവും ഫിലിപ്പിന്റെ തലമുറ വഴിമാറിയില്ല. മകൻ MB ജോസിന്റെയും ചെറുമകൻ നിഖിലിന്റെയും ജീവിതമാർഗമായിരുന്നത് ഫിലിപ്പിന്റെ ആ പഴയ ലോയൽ സ്റ്റുഡിയോ തന്നെ. ന്യൂസ് 18 ഇടുക്കി. ഇടവേള. പ്രതിസന്ധികളെ ചിരിച്ചുതള്ളി ചെണ്ടയിൽ മേളപ്പെരുക്കം തീർക്കുകയാണ് അതുൽ കൃഷ്ണ. ജന്മനാ കാഴ്ചശക്തിയില്ലാത്ത ഈ +1 വിദ്യാർത്ഥിക്ക് തായമ്പകയിലെ കൊട്ടിക്കയറ്റം അതിജീവന താളം കൂടിയാണ്. പരുതൂർ സന്ധ്യാരാമത്തിൽ രാമചന്ദ്രൻ സന്ധ്യാ ദമ്പതിമാരുടെ മകനാണ് അതുൽ കൃഷ്ണ. ജന്മനാ കാഴ്ചശക്തിയില്ലാത്ത അതുൽ കൃഷ്ണ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് തായമ്പക അഭ്യസിച്ച് കൊട്ടിക്കയറാൻ തുടങ്ങിയത്. ഇതിനോടകം 25ലധികം വേദികളിൽ തായമ്പക അവതരിപ്പിച്ച് കയ്യടി വാങ്ങി. ിലെ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ തായമ്പകയിൽ 2ാം സ്ഥാനവും നേടി. കൊടുമുണ്ട മാലാറമ്പത്ത് മണികണ്ഠന്റെ ശിക്ഷണത്തിലാണ് തായമ്പക അഭ്യസിക്കുന്നത്. മണികണ്ഠൻ മറ്റുള്ളവർക്ക് ചെണ്ട അഭ്യസിപ്പിക്കുമ്പോൾ അതുൽ കൃഷ്ണ സ്ഥിരമായി അത് കേട്ടിരിക്കുമായിരുന്നു. പിന്നീടാണ് ചെണ്ടയിലെ താല്പര്യം മനസ്സിലാക്കി അഭ്യസിപ്പിക്കാൻ തുടങ്ങിയത്. എനിക്ക് ചെണ്ട ആദ്യം ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് താല്പര്യം ഉണ്ടായിരുന്നു, ഇനിയും കൂടുതൽ പഠിക്കണം, അതുപോലെ കാര്യങ്ങൾ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ അതിൽ ചെയ്യണം എന്നുള്ളതൊക്കെ. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കൈസ്ഥാനായിരുന്നു ആദ്യം എനിക്ക് പറ്റിയ ബുദ്ധിമുട്ട്. കാരണം നമ്മൾ കോലിൽ പഠിച്ച് തുടങ്ങുമ്പോൾ നമ്മളിപ്പോൾ 2-3 തരത്തിൽ കൈസ്ഥാനം ഉണ്ടാവും, പക്ഷെ അതൊക്കെ ഒരേപോലെയാണ് ശബ്ദം കേൾക്കുക. ഞാൻ ശബ്ദം കേട്ട് മാത്രമാണല്ലോ പഠിക്കുക. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെണ്ടയിലേക്ക് വരുമ്പോൾ
ക്രമേണ മാറ്റാനും മറ്റു കാര്യങ്ങളും ആണ് എനിക്കുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം നോർമലാണല്ലോ. കൈസ്ഥാനങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ള തായമ്പക അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ അനായാസം പഠിച്ചെടുത്തു. അതുൽ കൃഷ്ണയെ തായമ്പക അഭ്യസിപ്പിച്ചത് പുതിയ അനുഭവമായെന്നും 7ാം വയസ്സിൽ അതുലിന് അരങ്ങേറ്റം നടത്താനായെന്നും ഗുരുവായ മണികണ്ഠൻ പറയുന്നു. പരുദൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയായ അതുൽ പഠനത്തിലും മുൻപന്തിയിലാണ്. മോണോ ആക്ട്, കഥാപ്രസംഗം തുടങ്ങിയവയിലും കഴിവ് തെളിയിച്ചു. വിവിധ മേഖലകളിലെ മികവ് അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരവും അതുലിനെ തേടിയെത്തി. അമൽ കൃഷ്ണ, ശ്രീലക്ഷ്മി എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് 18 പട്ടാമ്പി. കൊല്ലം പുനലൂരിലെ ജംഗിൾ പാർക്ക് ശ്രദ്ധേയമാകുന്നു. പാഴ്വസ്തുക്കളിൽ നിന്ന് തീർത്ത മനോഹരമായ ശില്പങ്ങളാണ് ജംഗിൾ പാർക്കിലെ പ്രത്യേകത. മനോഹരമായ പായ്ക്കപ്പലിനെ വിഴുങ്ങാനായി പാഞ്ഞെടുക്കുന്ന തിമിംഗലം, ജംഗിൾ പാർക്കിന് മുന്നിൽ ഇരുവശങ്ങളിലുമായി ചിതൽപുറ്റ്, സൈക്കിൾ ചെയിനും പാഴ്ക്കമ്പികളും കൊണ്ട് തീർത്ത ഗിത്താർ, ചെരുപ്പുകൾ കൊണ്ട് പശു, പാഴ്ക്കമ്പികളിൽ ചിലന്തിയും വലയും, മൂങ്ങ, ഒട്ടകപ്പക്ഷി, ഡെങ്കിയുടെ സന്ദേശമൂന്ന ശില്പങ്ങൾ, അങ്ങനെ അത്ഭുതങ്ങളുടെ കലവറയാണ് പുനലൂരിലെ ജംഗിൾ പാർക്ക്. ലോകപ്രശസ്ത ഫോട്ടോഗ്രാഫർ കെവിൻ കാർട്ടറുടെ ചിത്രത്തിന് അനുസൃതമായി ഉണ്ടാക്കിയിരിക്കുന്ന കഴുകനും കുട്ടിയും എന്ന ശില്പം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ കൃത്യമായി അടുക്കിവെച്ചാൽ അവ പാഴ്വസ്തുക്കളാകില്ല എന്ന സന്ദേശമാണ് നഗരസഭ നൽകുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനും ശില്പിയുമായ ബിജു വക്കുവരയ്ക്കലിന്റെ 1 വർഷത്തെ അധ്വാനമാണ് ജംഗിൾ പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ എങ്ങനെ ഈ വലിച്ചെറിയാതെ നമ്മൾ ഉപയോഗശേഷം മുറ്റത്തേക്ക് അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് വലിച്ചെറിയാതെ അതിനെ ഒരു കലാരൂപമാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ള പ്രധാനമായ ഒരു വെല്ലുവിളി. സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നാലെ ഒരുപാട് അലച്ചിലുണ്ട്. കൂടിക്കിടക്കുന്ന ഈ മാലിന്യങ്ങളെ ശില്പങ്ങളാക്കി മാറ്റുന്നതിന് ഒത്തിരി അധ്വാനമുണ്ട്. അതിൻ്റെ പൂർണ്ണമായ ഒരു വിജയം എന്ന് അവകാശപ്പെടാൻ ഇല്ലെങ്കിൽ പോലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒത്തിരി മോട്ടിവേഷൻ നൽകാനും ഒക്കെ ഈ ഒരു ആർട്ട് ഗാലറി കൊണ്ട് സാധിക്കുന്നുണ്ട്. പ്രകൃതി സ്വയം നശിക്കുകയല്ല, മനുഷ്യൻ നശിപ്പിക്കുകയാണ്. അജൈവ മാലിന്യങ്ങൾ കൊണ്ട് പ്രകൃതിയെ മൂടുമ്പോൾ എങ്ങനെ പ്രകൃതിക്ക് കൈത്താങ്ങാം എന്ന ചിന്തയാണ് പുനലൂർ നഗരസഭയെ ജംഗിൾ പാർക്ക് എന്ന ആശയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നഗരസഭയുടെ ആശയം വിജയകരമായി പൂർത്തിയാക്കിയപ്പോൾ നിരവധി വിദ്യാർത്ഥികളാണ് പഠന വിഷയമാക്കുവാൻ ഇവിടെ എത്തുന്നത്. മറ്റ് നഗരസഭകളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും ജീവനക്കാർ മാലിന്യ സംസ്കരണം പഠിക്കാൻ പുനലൂരിൽ എത്തുമ്പോൾ ജംഗിൾ പാർക്ക് എന്ന ആശയം തങ്ങളുടെ നാട്ടിൽ കൂടി നടപ്പാക്കണം എന്ന ചിന്തയിലാണ്. ജംഗിൾ പാർക്ക് സന്ദർശിച്ച് മടങ്ങുന്നവർ പാഴ്വസ്തുക്കൾ അലക്ഷ്യമായി വലിച്ചെറിയില്ല എന്ന പ്രതിജ്ഞയെടുത്ത് മടങ്ങുന്നതിലാണ് പാർക്കിന്റെ വിജയം. ന്യൂസ് 18 പുനലൂർ. കാസർഗോഡ് മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. വാട്ടർ അതോറിറ്റി ജലവിതരണത്തിന് ആശ്രയിക്കുന്ന മണക്കടവ് ചാൽ വറ്റി വരണ്ടതോടെ കുടിവെള്ളം കിട്ടാതായിട്ട് മാസങ്ങളായി. മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലേക്കും ശുദ്ധജലം എത്തിക്കുന്ന മണക്കടവ് ചാലിലെ പമ്പ് ഹൗസ് സ്ഥിതി ചെയ്യുന്നിടം വരണ്ട അവസ്ഥയിലാണ്. പഞ്ചായത്തിലെ 4000-ഓളം വരുന്ന കുടുംബങ്ങൾ വാട്ടർ അതോറിറ്റി പമ്പ് ഹൗസിൽ നിന്നുള്ള ജലവിതരണത്തെ ആശ്രയിച്ചു കഴിയുന്നവരാണ്. എന്നാൽ ചാല് വറ്റി വരണ്ടതോടെ ജലവിതരണം പൂർണ്ണമായും നിലച്ചിട്ട് ഒരാഴ്ചയിലേറെയായി. വെള്ളമില്ലാതായ മണക്കടവ് ചാലിന്റെ പല ഭാഗങ്ങളിലായി ചെളിയും മണലും അടിഞ്ഞുകിടക്കുകയാണ്. ചാലിലെ ഒഴുക്ക് പൂർണ്ണമായി നിലയ്ക്കുന്നത് ഇതാദ്യമായാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതുവരെ എങ്ങനെ ഉണ്ടായിട്ടാ, ഇത് ഫസ്റ്റിലായിട്ട് ഇങ്ങനെയാണ് ഇവിടെ കാണുന്നത്. നല്ല എന്നാലും വെള്ളം കുറഞ്ഞാൽ ഒഴുകി പോകുന്ന വെള്ളം ഉണ്ടായിട്ടുണ്ട്, അതും ഇല്ല ഇപ്പോൾ. ഇവിടെ എല്ലാവരും വിളിക്കലും കരച്ചലിനുണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട്. വിളിക്കൽ മാത്രമല്ല, ഒരു കരച്ചൽ തന്നെ. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുവാൻ പഞ്ചായത്ത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പച്ചക്കറി കൃഷിക്കടക്കം വലിയ നാശമുണ്ടാക്കും വിധമാണ് മടിക്കൈ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങൾ വരൾച്ച നേരിടുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കൊട്ടാരക്കര പെരുങ്കുളം ശിവാംകുന്നിലെ ഖനന നീക്കം ഉപേക്ഷിക്കണമെന്ന ആവശ്യം ശക്തം. നാട്ടുകാരുടെ ആവശ്യത്തിന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും ഉറച്ച പിന്തുണയുമുണ്ട്. 3 വാർഡുകൾ പച്ചപ്പണിയിക്കുന്ന 30 ഏക്കറോളം വരുന്ന കുന്ന് ഇടിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം. മൈലം ഗ്രാമപഞ്ചായത്തിലെ പെരുംകുളത്തെ 3 വാർഡുകൾ ഉൾപ്പെട്ട കുന്നിടിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. മണ്ണ് മാഫിയക്കെതിരെ നാട്ടുകാർ ജാഗ്രതാ സമിതി രൂപീകരിക്കുകയും കളക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുകയും ചെയ്തിരുന്നു. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും കൊടിക്കുന്നിൽ സുരേഷ് എംപിയും സ്ഥലം സന്ദർശിച്ചു.
റവന്യൂവും ജിയോളജി അടക്കമുള്ളവരൊക്കെ പരിശോധിക്കുമല്ലോ. ഇവിടുത്തെ ഒരു വിഷയം നിർദ്ദേശം കൊടുക്കുമോ? ഇവിടെ ജെനുവിനായിട്ടൊരു പരാതി ഇവർ ഉന്നയിച്ചപ്പോൾ നമുക്ക് ആ ബന്ധപ്പെട്ട ഏജൻസികളുടെ ശ്രദ്ധപ്പെടുത്താം. എന്താ നിങ്ങൾ നോക്കണം, ശ്രദ്ധിക്കണം. ധാതു നിക്ഷേപം ഉൾപ്പെടെ പരിസ്ഥിതി പ്രാധാന്യം ഏറെയുള്ള ഈ പ്രദേശം സംരക്ഷിത പ്രദേശമായി സർക്കാർ പ്രഖ്യാപിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ആവശ്യപ്പെട്ടു. ഈ 5 മുതൽ 7 ഏക്കർ വരെയുള്ള സ്ഥലത്ത് നിന്ന് ഇത്രയും മണ്ണ് എടുത്ത് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം അതിവിടെ സമീപത്തുള്ള വീടുകളെ ബാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ നീരുറവകളെ ബാധിക്കും. കാർഷിക ഗ്രാമമായ പെരുംകുളം, കോട്ടാത്തല, പള്ളിക്കൽ വാർഡുകളിലെ ജലലഭ്യത ഉറപ്പാക്കുന്നതിൽ ശിവാംകുന്നിന്റെ പ്രാധാന്യം വലുതാണെന്നും ദേശീയപാത നിർമ്മാണത്തിന് എന്ന പേരിൽ കുന്നിടിക്കാൻ ആസൂത്രിത നീക്കമാണ് നടക്കുന്നത് എന്നും സമരസമിതി പറയുന്നു. കാർഷിക പ്രദേശമായ ഈ മേഖലയിൽ ശിവാൻകുന്ന് ഇല്ലാതാകുന്നതോടുകൂടി കാർഷിക മേഖലയ്ക്ക് വലിയ ദോഷമാണ് സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ ഈ പ്രദേശത്തെ കിണറുകളിൽ തന്നെ ഇപ്പം തന്നെ വളരെ വലിയ ജല ദൗർലഭ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ശിവൻകുന്ന് ഇല്ലാതാകുന്നതോടുകൂടി ഒരു വരൾച്ച പ്രദേശമായി ഇത് മാറും. ഇതിനെതിരെ ഉള്ള രൂക്ഷമായ സഹന സമരത്തിൽ ഈ പ്രദേശത്ത് ജാതി രാഷ്ട്രീയ മതഭേദമന്യേ ജനങ്ങളെല്ലാം വിശേഷിച്ച് കർഷകർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സമരത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. സുരക്ഷിതമായി ജീവിക്കാനുള്ള നാട്ടുകാരുടെ അവകാശത്തിന്മേലുള്ള കടന്നാക്രമണമാണ് കുന്നിടിച്ച് മണ്ണ് കടത്തുന്നത് മൂലം ഉണ്ടാകുന്നത് എന്ന് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ആയുർവേദ മെഡിക്കൽ കോളേജിന് എന്ന പേരിൽ പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിച്ചാണ് മണ്ണ് മാഫിയ വസ്തു സ്വന്തമാക്കിയത് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. നാടിന്റെ മുഖമുദ്രയായ കൃഷിയും ജനജീവിതവും നശിപ്പിക്കുന്ന മണ്ണെടുപ്പ് തടയുന്നതിനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ നേതൃത്വത്തിൽ പത്തനംതിട്ട കണ്ണങ്കരയിൽ വനിതാ മിത്ര കേന്ദ്രവും ഡേ കെയർ സെന്ററും തുറന്നു. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിലാവശ്യങ്ങൾക്കായി വിദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന വനിതകൾക്ക് താമസ സൗകര്യമൊരുക്കുകയാണ് വനിതാ മിത്ര കേന്ദ്രം. വനിതകൾക്ക് സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ മെച്ചപ്പെട്ട താമസ സൗകര്യം ലഭ്യമാക്കുകയാണ് വനിതാ മിത്ര പദ്ധതിയിലൂടെ വനിതാ വികസന കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. കണ്ണങ്കരയിൽ ആരംഭിച്ച വനിതാ മിത്ര കേന്ദ്രത്തിൽ 80 വനിതകൾക്കുള്ള താമസ സൗകര്യവും കുഞ്ഞുങ്ങൾക്കുള്ള ഡേ കെയർ സെന്ററുമാണ് ഒരുക്കിയിട്ടുള്ളത്. വനിതാ മിത്ര കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. നമ്മളിതിനെ കാണേണ്ടത് വനിതാ വികസന കോർപ്പറേഷന്റെ ലക്ഷ്യം സ്ത്രീകളെ ശാക്തീകരിക്കുക, സ്ത്രീ ശാക്തീകരണത്തിന് പല തലങ്ങളിൽ അതിൻ്റെ പ്രവർത്തന പന്ഥാവുകളും. അതിലൊന്ന് സാമ്പത്തികമായിട്ടുള്ള ശാക്തീകരണം. അത് ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ വനിതാ വികസന കോർപ്പറേഷൻ ചെയ്യുന്നുണ്ട്. വനിതാ മിത്ര ഹോസ്റ്റലിൽ താമസിക്കുന്ന അമ്മയ്ക്കൊപ്പമുള്ള കുട്ടികൾക്ക് ഡേ കെയർ സംരക്ഷണം ലഭിക്കും. സ്ഥിര കാലയളവിലേക്കുള്ള താമസത്തിന് പുറമെ ഹ്രസ്വകാലത്തേക്കും സുരക്ഷിതമായി താമസിക്കാൻ വനിതാ മിത്ര ഹോസ്റ്റലിൽ സാധിക്കും. ഡേ കെയർ സെന്ററിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ നിർവഹിച്ചു. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ KC റോസക്കുട്ടി അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ VC ബിന്ദു, ഡയറക്ടർ പെണ്ണമ്മ ജോസഫ്, വാർഡ് കൗൺസിലർമാരായ അഡ്വക്കേറ്റ് A സുരേഷ് കുമാർ, MC ഷെരീഫ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 പത്തനംതിട്ട. വാർത്തയിൽ ഇത് പൂർണ്ണമാകുന്നു. നമസ്കാരം.